5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരള രാഷ്ട്രീയത്തിൽ കറങ്ങുന്നുണ്ട്. ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നവരുടെ ലക്ഷ്യമെന്തെന്നറിയില്ല. ഇതെവിടെയാണ്, ഏത് ഫാക്ടറിയിലാണ് ഉണ്ടാകുന്നറിയില്ല. പൊളിറ്റിക്കൽ ഫാക്ടറിയിലാണോ, അത് മീഡിയ ഫാക്ടറിയിലാണോ, അതോ മേപ്പറുകളാണോ, ആരാണിത് ചെയ്യുന്നതെന്നറിയില്ല. പക്ഷെ എന്തായാലും ചില സാധനങ്ങൾ ഉരുണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന അവസാനത്തെ ഒരു വാർത്ത, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും, അതായത് അനൂപ് ജേക്കബും ജോസ് കെ മാണിയും ജോസഫ് സാറും കൈകോർക്കുന്നു, ഒരു പാർട്ടിയാകാൻ ശ്രമിക്കുന്നു. അതിന് കുറേ പിതാക്കന്മാരുടെയും മതനേതാക്കളുടെയും കൂടി, കോട്ടയം ഇടുക്കി ഭാഗത്തുള്ള മതനേതാക്കളുടെയും പിതാക്കന്മാരുടെയൊക്കെ ശക്തമായൊരു സമ്മർദ്ദമുണ്ട്. കാരണം അതിന് പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത്, ഒരുപാട് ക്രിസ്ത്യാനികൾ BJP-യിലേക്ക് പോകുന്നു, ആ BJP-യിലേക്ക്, അതുപോലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പുതിയ പാർട്ടി വരുന്നു. ഇതെല്ലാം വരുന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പുതിയ പാർട്ടി വരുന്നു, കർഷകരെ സംഘടിപ്പിക്കുന്ന പുതിയ പാർട്ടി വരുന്നു, അതൊരു BJP സ്പോൺസേർഡ് പാർട്ടി ആയിരിക്കും എന്ന് അറിയുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ BJP-യിലേക്ക് പോകുന്നു. ഇതിൽ അസ്വസ്ഥരായിട്ടുള്ള പിതാക്കന്മാരും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരും പിന്നെ അങ്ങനെയുള്ള കുറേ ആളുകൾ, അവരൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരും രാഷ്ട്രീയത്തിൽ ഇറങ്ങി ബഹളം, അവരാരും രാഷ്ട്രീയത്തിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അവർ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതാണ്, അല്ലാതെ അവർ സമ്മർദ്ദപ്പെടുത്തി അവർ പൊളിറ്റിക്സിൽ വരുന്നവരല്ല. അതുകൊണ്ട് ഞാൻ അവരെ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് പറയുന്നത്. അവർ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നു, നമുക്ക് ഒന്നിച്ച് നിന്നുകൂടാ എന്നുള്ള ചർച്ച തൊടുപുഴയിലും പാലായിലും അതുപോലെ തന്നെ നമ്മുടെ മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അരമന ചർച്ചകൾ പുറത്തു വരുന്നുണ്ട്. അത് കൃത്യമായി ജോസഫ് സാറിനെ ചെയർമാനാക്കിക്കൊണ്ട് ബാക്കി എല്ലാ കേരള കോൺഗ്രസുകളും ഒന്നിച്ചായി മാണിയെ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റിക്കൊണ്ട്, മാണിയെ വൈസ് ചെയർമാനോ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു വലിയ ഫോർമുല ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അവിടെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ 3 പാർട്ടിയും കൂടെ ഒന്നിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം അനൂപ് ജേക്കബ് അതിൻ്റെ ചെയർമാനെ, ജേക്കബ് കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് ജേക്കബിൻ്റെ ചെയർമാനായി നിൽക്കുന്നു. ജോസഫ് സാർ വളരെ സീനിയറാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്. അതേ ജോസഫ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരിക്കുന്നു. ജോസ് കെ മാണി വളരെ ജൂനിയർ ആണെങ്കിലും മാണി കോൺഗ്രസിൻ്റെ ചെയർമാനായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടിയുടെ 3 പൊസിഷൻ മാറി ഒറ്റ പൊസിഷനിലേക്ക് വരുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത്തരം പ്രശ്നങ്ങളൊക്കെ എങ്ങനെ, പിന്നെ മാത്രമല്ല അടുത്ത ലെവൽ എടുക്കുക, ജനറൽ സെക്രട്ടറിമാരെ അക്കോമഡേറ്റ് ചെയ്യണം, താഴോട്ടുള്ള സെക്രട്ടറിമാരെ അക്കോമഡേറ്റ് ചെയ്യണം, ജില്ലാ പ്രസിഡന്റുമാരെ അക്കോമഡേറ്റ് ചെയ്യണം. 14 14 28 14 28 10 38 40 42ഓളം ആളുകൾ വരും. 3 പാർട്ടിയും കൂടെ വന്നു കഴിയുമ്പോൾ 14, പിന്നെ ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാർ. അപ്പോൾ വലിയൊരു നേതാക്കളുണ്ട്, നേതൃത്വത്തിന്റെ പടയുണ്ട്. അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. കാരണം ഇതൊരു ജനാധിപത്യപരമായിട്ടൊക്കെ നിൽക്കുന്ന പാർട്ടിയുണ്ട്. കേഡർ പാർട്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരാളെ ഇങ്ങോട്ട് വിളിക്കും, അടുത്ത ആളെ അങ്ങോട്ട്. ഇപ്പോൾ 4 സീറ്റ് മാണി സാറിന് കൊടുത്തു, പാർട്ടിക്ക് കൊടുത്തു, 4 സീറ്റ് 5 സീറ്റ് ജോസഫ് സാർ എടുത്താൽ ഉടൻ തന്നെ തർക്കമായി നമ്മൾ ഭരണകക്ഷിയല്ലേ എന്ന് വഴക്ക് നടക്കും. അത് തിരിച്ചെടുത്താൽ എങ്ങനെ വെച്ചാൽ ഇത് പങ്കുവയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസമാണ്. കാരണം അത് ജനാധിപത്യം കൂടുതൽ അനുവദിച്ചിരിക്കുന്ന പാർട്ടികളായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ എന്തായാലും ഇങ്ങനെ ചില ചർച്ചകൾ വളരെ വ്യാപകമായി സോഷ്യൽ ഹാൻഡിലുകളിൽ നടക്കുന്നു. പക്ഷേ അത് ഒരു ഫാക്ട് ചെക്ക് നടത്തുമ്പോൾ അങ്ങനെ ഇല്ല എന്നും കൂടിയാണ് അറിയുന്നത്. അങ്ങനെ ഒരു ശ്രമവും ജോസഫ് സാറിൻ്റെ ഭാഗത്തുനിന്നോ ജോസ് കെയുടെ മാണിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അനൂപ് ജേക്കബിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന് കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോഴും വളരെ വലിയ തോതിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്നത്. എന്തായാലും അവർ ഒന്നിക്കണം എന്നുള്ളതാണ് കേരള. ഒന്നിക്കുകയും UDF അതാണ് വേറെ കാര്യം, അവർ ഒന്നിക്കുകയും UDF-ലേക്ക് പോവുകയും ചെയ്യണം എന്നുള്ളതാണ്. അതായത് UDF എന്ന് പറയുമ്പോൾ ലയനമാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒന്നിച്ച് നിൽക്കലാണോ, അതൊന്നും അറിയില്ല. എനിക്ക് അഫിലിയേറ്റേഷൻ ആണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു ചർച്ച കേരള സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും ഒന്നിക്കണം എന്നുള്ള ഒരു ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഇതിന് വലിയ താല്പര്യവുമുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ 3 കൂട്ടരും കൂടെ ഒന്നിച്ച് നിന്നാൽ നല്ല ശക്തിയാവുമല്ലോ. പിന്നെ കേരള മുസ്ലിം ലീഗിനും നല്ല താല്പര്യമുണ്ട്, ഈ കാര്യത്തിൽ നല്ല താല്പര്യമുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള പാർട്ടികളാണ് ഇവരെല്ലാം. അപ്പോൾ ആ സ്വാധീനത്തെ നന്നായി മുതലാക്കുന്നതിന് വേണ്ടിയും ഈ റബ്ബറിൻ്റെ വിഷയത്തിലായാലും അതുപോലുള്ള ഒരുപാട് വിഷയങ്ങളിൽ, ഏത് വിഷയം എടുത്താലും, മണിപ്പൂരിൻ്റെ വിഷയം എടുത്താലും, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ഏതൊരു വിഷയം എടുത്താലും പഴയ കേരള കോൺഗ്രസ് ആയിരുന്നെങ്കിൽ വളരെ ശക്തമായി പ്രതികരിക്കുകയും അതിന് വലിയ ജനപിന്തുണ കിട്ടുമായിരുന്നു. ഇപ്പോൾ അവർ വീക്കായി നിൽക്കുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. അത് അണികളുടെ ഇടയിലും വലിയൊരു നിരാശ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അണികളുടെ ആഗ്രഹം വന്നിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പല മത നേതാക്കളുടെ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഒരു ആഗ്രഹം പറയുന്നു, പല പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇടയിൽ നിന്നും പറയുന്നു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ അത്ര കണ്ട് ശരിയല്ല എന്നുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഫാക്ട് ചെക്കിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു ടീം വർക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് അത്ര കണ്ട് ശരിയല്ല ഈ വാർത്ത. എന്തായാലും പക്ഷേ കേരള കോൺഗ്രസുകൾ ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത അതീവ വേഗത്തിലാണ്, അസ്ത്രവേഗത്തിലാണ്
കേരളത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നത്.